ഒരു ലോങ് ഡ്രൈവ് പോവാണ്, റോഡ് ട്രിപ്പ്. നമ്മൾ ഇത്തവണ പോകുന്നത് തൃച്ചിക്കാണ്. തിരിച്ച് റിട്ടേൺ നമ്മൾ മധുര കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം മധുര പോയതാണ്, നമ്മൾ സെക്കൻഡ് ടൈമാണ് മധുര പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് എല്ലാം സെറ്റൊക്കെ ആക്കി. ഒരു 5 ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്, പക്ഷെ നമ്മളൊരു 5-5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളൊരു 5:30 ആയപ്പോൾ ഇറങ്ങി. നമ്മൾ പെരുമ്പാവൂർ, കാലടി, അങ്കമാലി, തൃശ്ശൂർ കഴിഞ്ഞ് നമ്മൾ പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു 9 മണിയാകുമ്പോൾ കോയമ്പത്തൂർ ചെല്ലാനും അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓൺ ട്രാക്കാണ്, കുഴപ്പമൊന്നുമില്ല തൽക്കാലം. ഇന്നത്തെ ട്രിപ്പിന്റെ ഫസ്റ്റ് ടോളാട്ടോ. നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രീ ആനന്ദാസിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, കോയമ്പത്തൂരുള്ള. ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കോയമ്പത്തൂർ വരുമ്പോൾ യൂഷ്വലി കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേനും ഏകദേശം രാവിലെ ആ ഒരു സമയം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സമയം ആകുമ്പോഴത്തേനും കോയമ്പത്തൂർ എത്താറുണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറിയാണ് കഴിക്കാറ്. അപ്പോൾ ഈ ആനന്ദാസിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ സ്വീറ്റ്സിൻ്റെ ഷോപ്പും ഉണ്ട്. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വാങ്ങിച്ചില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ നിർത്തിയൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പോപ്പി പിന്നെ കിടന്ന് ഉറങ്ങിക്കോളും വണ്ടിയിൽ. പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ സമയത്താണ് നിർത്തിയത്. നമ്മൾ ഈ കുങ്കുമസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. നമ്മൾ ഇപ്പോൾ അറിയാത്ത സ്ഥലത്താണ്. നമ്മൾ കുറേയൊക്കെ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹോട്ടലിൽ കയറാറ്. കൂടുതലും നമ്മൾ വെജാണ്, ഒരുപാട് അറിയത്തില്ലെങ്കിൽ നമ്മൾ വെജാണ് ചൂസ് ചെയ്യാറ്. ഇത് നല്ല ഫുഡായിരുന്നു. ഇവരുടെ ഫുഡ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. കുങ്കുമസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടെ നല്ല മഴയായിരുന്നു. നമ്മൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ മഴ കാരണം നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഈ റൂട്ട് പിടിച്ചത്. ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത പോലെ ചൂടാണ്. വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ പൊള്ളിപ്പോകുന്ന പോലത്തെ ചൂടാണ്. നമ്മൾ NH81 ഇനി 73 കിലോമീറ്റർ സ്ട്രെയിറ്റ്, ഒരു ലെഫ്റ്റോ റൈറ്റോ ഒന്നുമില്ല. 73 കിലോമീറ്റർ നമ്മൾ ഈ റോഡിലൂടെ സ്ട്രെയിറ്റ് യാത്ര ചെയ്യും. ഇത് ആക്ച്വലി ട്രിച്ചി വരെയുള്ള ഹൈവേ ആണ്. ഈ 73 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആണ്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് 77 കിലോമീറ്ററേ ഉള്ളൂ. അതായത് ഹൈവേന്ന് ജസ്റ്റ് 3 കിലോമീറ്റേഴ്സ് മാത്രം വ്യത്യാസം. തമിഴ്നാട്ടിലെ ഹൈവേയുടെ ക്വാളിറ്റി ഞാനൊന്ന് പറയട്ടെ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് 140-ലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഷെയ്ക്കോ അല്ലെങ്കിൽ ഇവൻ ആ സ്പീഡ് പോലും നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. പിന്നെ റോഡ് ഭയങ്കര എംറ്റിയാണ്. നമ്മൾ ട്രിച്ചിയിൽ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഗ്രാൻഡ് ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നമുക്ക് ഏകദേശം 2000 റുപ്പീസിന് നമ്മൾ ഹോട്ടൽ റൂം നമുക്ക് കിട്ടി. ചെറിയ റൂമാണ്, പക്ഷേ നമുക്ക് ജസ്റ്റ് രാത്രി കിടന്നുറങ്ങിയാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് നമുക്കിത് നല്ല കംഫർട്ടബിളാണ്. ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് അമ്പലം. ജസ്റ്റ് ഒരു ഓട്ടോ എടുത്ത് ഒരു 80 റുപ്പീസ് 100 റുപ്പീസ് കൊടുത്താൽ നമുക്ക് അമ്പലത്തിൽ ചെല്ലാൻ പറ്റും. എനിക്ക് തോന്നുന്ന ഒരു ബിലോ 3 to 4 കിലോമീറ്റേഴ്സ് ഉണ്ടായുള്ളൂ. പിടിച്ചോ? ഓക്കെ.
അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ശ്രീ സംഗീതാസിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. ഇതിപ്പോൾ നമ്മൾ മേടിച്ചതൊരു മഷ്റൂമിൻ്റെ ഒരു കിഴി പൊറോട്ട ഒക്കെ പോലത്തെ ഒരു ഡിഷാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ട് പോവാണ്. നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ വരുമ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും ഓട്ടോയാണ് എടുക്കാറ്. കാരണം വഴിയൊക്കെ നമുക്ക് അത്രയും അറിയില്ലല്ലോ. അപ്പം ഓട്ടോ ആണെങ്കിൽ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഓട്ടോയിൽ തന്നെയാണ് പോവാറ്. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും പ്ലാനുകളൊക്കെ കഴിഞ്ഞു.